കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഉടനറിയാം. ഹൈക്കമാൻഡിൽ ചർച്ചകൾ തുടങ്ങാൻ പോവുകയാണ്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഡൽഹിയിലുണ്ട്. 4 നേതാക്കളുമായും ഹൈക്കമാൻഡ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാനദണ്ഡങ്ങളെല്ലാം പരിശോധിക്കും. രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ വരികയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം കണക്കാക്കിയാലും എംപിമാരടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ നോക്കിയാലും ഈ ചർച്ചകൾ കെ.സി. വേണുഗോപാൽ എന്ന പേരിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ പൊതുവികാരം വി.ഡി. സതീശൻ അനുകൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ നിലപാടെടുത്ത് രംഗത്തുള്ളപ്പോൾ എന്തും സംഭവിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും? അത് നമ്മൾ നോൺ സ്റ്റോപ്പായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. CM ലോഡിംഗ്. ഹൈക്കമാൻഡ് ആർക്കൊപ്പം? ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനും തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയും, കൊച്ചിയിൽ നിന്ന് വൈശാഖ് കോമാട്ടിലും, കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മയും, മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം എത്തുമ്പോൾ ഒറ്റ ചോദ്യം: മുഖ്യമന്ത്രി ആര്? ആ നിർണായക നിമിഷങ്ങൾ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബിഗ് ടിവിയുടെ സംഘം ഇതാ തയ്യാറാണ്. CM ലോഡിംഗ്. ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത് ഹൈക്കമാൻഡ്? ആർക്കൊപ്പമാണ് ഹൈക്കമാൻഡ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ ആദ്യം പോകുന്നു PR പ്രവീണയിലേക്ക്. PR പ്രവീണ, കണക്കെടുത്തു, ചർച്ച നടത്തി, ഇനി ആ കണക്കുകൂട്ടി ചർച്ചകളുടെ തീരുമാനമെടുത്ത് അപഗ്രഥിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട ഒരു തീരുമാനം എടുക്കേണ്ട നിർണായക നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. CM ലോഡിംഗ് എന്ന് നമ്മൾ എഴുതി കാണിക്കുകയാണ്. ആ നോൺ സ്റ്റോപ്പ് കവറേജിൽ ആദ്യം എത്തുന്നത്, ആദ്യ ലാപ്പിൽ ഓടാൻ പോകുന്നത് PR പ്രവീണയാണ്. പ്രവീണ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരം: 3 പേരും വിട്ടുവീഴ്ചയില്ലാതെ മുഖ്യമന്ത്രി കസേരയ്ക്കായി പിടിവലി തുടരുന്നു എന്നുള്ളതാണ്. ഒരാളും വിട്ടുവീഴ്ചയ്ക്കില്ല. മാത്രവുമല്ല, അവരവരുടെ ഭാഗം, അവരവരുടെ പക്ഷം കൂടുതൽ ക്ലിയർ ആക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MLA-മാരുടെ, ഏറ്റവും മുതിർന്ന നേതാക്കളുടെ, MP-മാരുടെ അടക്കം പിന്തുണ നേടിയ കെ.സി. വേണുഗോപാലിന്റെ നീക്കം തന്നെയാണ്. അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ടേ ഇല്ല എന്നറിയിക്കുന്നു. മാത്രമല്ല, തന്നെ അപമാനിക്കാൻ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വികാരം കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് എത്തണമെന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്കില്ല എന്നറിയിക്കുന്നു. വി.ഡി. സതീശൻ ക്യാമ്പാകട്ടെ ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് ലീഗിന്റെ പിന്തുണയിൽ ആത്മവിശ്വാസം അർപ്പിച്ച് മുന്നേറുകയാണ്. താനാണ് നയിച്ചത്, നയിച്ചവനല്ലാതെ ആര് നയിക്കുമെന്നുള്ള ചോദ്യം AICC നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിക്കാനാണ് വി.ഡി. സതീശൻ ഒരുങ്ങുന്നത്. മാത്രവുമല്ല, കെ.സി. വേണുഗോപാലോ അതല്ല അനുനയം എന്നുള്ള നിലയ്ക്ക് ഇനി രമേശ് ചെന്നിത്തലയോ എത്തിയാലും താൻ ആ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള നിലപാട് ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് തന്നെ നേതൃത്വത്തെ അറിയിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തേക്ക് വന്നാൽ, ഞാനാണ് ഏറ്റവും സീനിയറായ എന്നെ പരിഗണിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പക്ഷെ വളരെ കുറവാണ്. ഒറ്റ കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് MLA-മാർ അദ്ദേഹത്തെ പിന്തുണച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ പിന്തുണ രമേശിന് ഇല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. എങ്കിലും സീനിയോറിറ്റി എന്നുള്ള കാര്യത്തിലാണ് പിടിക്കുന്നത്. നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങൾ തെരുവിലേക്ക് എത്തിയത്, അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയെ, കേരളത്തിലെ കോൺഗ്രസിന്റെ വികാരത്തെ അപമാനിച്ചു എന്ന് കെ.സി. വേണുഗോപാൽ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അദ്ദേഹത്തിന്റെ ഫ്ലക്സ് കീറിയതടക്കമുള്ള വിഷ്വലുകളും അതുപോലെ തന്നെ വിശദാംശങ്ങളും എന്തുകൊണ്ട് എങ്ങനെ കീറപ്പെട്ടു എന്നുള്ളതും അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൂടിയാണ്, അതിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് തലസ്ഥാനത്തടക്കം ഈ ആളെ കെട്ടിയിറക്കി നടത്തിയ, കൂലിക്കാളെ ഇറക്കി നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ട് പേടിച്ചു പോയിട്ടില്ല എന്നുള്ള പോസ്റ്ററുകൾ ഉയർന്നത്. മാത്രവുമല്ല, ജനവികാരം അത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമാണെന്നിരിക്കെ അദ്ദേഹത്തിനെ പോസ്റ്റർ വലിച്ചു കീറിയത് വൈകാരികമായി തന്നെ ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കെ.സി. വേണുഗോപാൽ പക്ഷം. സുജയ, ഓക്കെ, നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. പ്രവീണ, ഇതിന്റെ തുടർച്ച നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ ബാറ്റൺ കയ്യിലെടുക്കുമ്പോൾ എന്താണ് പ്രവീണ പറഞ്ഞതിന്റെ തുടർച്ചയായി പറയാനുള്ളത്? സംസ്ഥാനത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. അതായത് പരസ്യമായിട്ടുള്ള പോരുകൾ, അതോടൊപ്പം തന്നെ ശക്തി പ്രകടനങ്ങൾ, ഇതിലെല്ലാം തന്നെ കടുത്ത അതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ തുടരുന്ന ഫ്ലെക്സ് പോരുകൾ. ഹൈക്കമാൻഡ് ഒരു KPCC സർക്കുലർ പുറത്തുവിട്ടു. വി.ഡി. സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടും തുടരുന്ന ഫ്ലെക്സ് പോരുകളിലെല്ലാം തന്നെ കടുത്ത അതൃപ്തിയുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ നേതാക്കൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ്, ഇവിടെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ ഇവരൊക്കെ ഉള്ളത്. അല്പസം മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ വന്നിരുന്നു. ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് പോകും. കൂടിക്കാഴ്ച എത്ര മണിയാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും, ഒരുപക്ഷെ ഉച്ചയോടുകൂടി തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ കൂടിക്കാഴ്ചയിൽ ആദ്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അന്തരീക്ഷം തന്നെ മനസ്സിലാക്കും. അതിനുശേഷമാകും വി.ഡി. സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും ഒരു 1-to-1 കൂടിക്കാഴ്ച നടത്തുക. അതിൽ തന്നെ വിശദമായി തന്നെ കൂടിക്കാഴ്ച ശേഷം 3 നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. പിന്നീട് രാഹുൽ ഗാന്ധിയിലേക്ക് പോകും. ഒരു പക്ഷേ അത് സമവായമായില്ലെങ്കിൽ സോണിയാഗാന്ധിയിലേക്ക് കൂടിക്കാഴ്ച നീളാൻ സാധ്യതയുണ്ട്. അത് നേതാക്കളും ഇപ്പോൾ ആ നിലയിൽ തന്നെയാണ്
സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പല നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ഒരു പക്ഷേ നാളെയിലേക്ക് മാറാം. അങ്ങനെ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം ഏത് നിലയിൽ ഇവരെ സമവായത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം വി.ഡി. സതീശൻ അനുകൂലികളാണെങ്കിൽ സംസ്ഥാനത്തുടനീളം ഫ്ലെക്സുകൾ വെച്ച് ശക്തിപ്രകടനങ്ങൾ നടത്തി വലിയ തരത്തിലുള്ള ഒരു ശക്തിപ്രകടനം സംസ്ഥാനത്തുടനീളം നടത്തുന്നു. സൈബറിടത്താണെങ്കിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. ഇതിനിടയിൽ വി.ഡി. സതീശൻ ഇവിടെ എത്തി സൈബറിടത്ത് മാത്രമല്ല നാട്ടിൽ നമ്മൾ കാണുന്നത് ഇതേ പോരാണ്. വൈശാഖോമാട്ടിലേക്ക് വന്നാൽ വൈശാഖോമാട്ടിൽ പറവൂരിലടക്കം ചലനങ്ങളുണ്ടോ ചർച്ചകൾ ഡൽഹിയിൽ നടക്കാനിരിക്കെ? ഫ്ലക്സുകൾ ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ഫ്ലക്സ് യുദ്ധം തുടരുകയായിരുന്നു. അത് പിന്നീട് തെരുവിലേക്ക് നീളുന്നു. ആദ്യത്തെ പ്രകടനം നടക്കുന്നത് വി.ഡി. സതീശന് വേണ്ടി പ്രകടനം നടക്കുന്നത് നെട്ടൂരായിരുന്നു. അതിന്റെ തുടർച്ചയായി പല സ്ഥലങ്ങളിലേക്കും പിന്നീട് ആ പ്രകടനങ്ങൾ വന്നു. വലിയ രീതിയിലുള്ള തെരുവിലേക്ക് നീണ്ട് അത് വലിയ രീതിയിൽ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴും ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ചേരിതിരിഞ്ഞുള്ള പ്രത്യേകിച്ചും അവസാന നിമിഷങ്ങളിലേക്ക് ആരാകും മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനം വരാൻ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക. അത് കൂടുതൽ ശക്തിപ്പെടാൻ തന്നെയാണ് സാധ്യത. വരുന്ന മണിക്കൂറുകളിലും പ്രകടനങ്ങൾ ഇപ്പോൾ കോതമംഗലത്തെ 10:00 പ്രകടനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഫ്ലക്സുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ മണപ്പുറം ക്ഷേത്രത്തിൽ ആലുവ മണപ്പുറം ക്ഷേത്രത്തിൽ ഇപ്പോൾ വഴിപാടുകൾ നടത്തിയിരിക്കുന്നു. മൃത്യുഞ്ജയ ഹോമം ഉൾപ്പെടെയുള്ള വഴിപാടുകളാണ് അവിടെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ അടക്കം കൂട്ടുപിടിച്ച് ഈ ഒരു വിഷയത്തിൽ അനുകൂലികൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായി ഇനി മണിക്കൂറുകൾ ഈ ഉദ്വേഗം നിറഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ തെരുവ് യുദ്ധങ്ങൾ കാണാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പല സ്ഥലങ്ങളിലും ഇന്നലെ ഉണ്ടായ ആ പ്രകടനങ്ങൾ അക്രമാസക്തമാകുന്ന രീതിയിൽ കണ്ടു. അവരുടെ നേതാക്കളുടെ മുഖങ്ങൾ അടങ്ങിയ ഫ്ലക്സുകൾ അടക്കം വലിച്ചു കീറിക്കൊണ്ടാണ് ആ പ്രകടനങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ നേതാക്കളടക്കം വലിയ രീതിയിൽ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ യുദ്ധവും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലടക്കം ആ പോരാട്ടം തുടരുകയാണ്. നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം. പരസ്യ പ്രതിഷേധങ്ങൾ പലതും ആസൂത്രിതമാണോ എന്ന ഒരു സംശയം ബലപ്പെടുകയാണ്. ദീപക്, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? സുജയ, മലബാറിൽ പൊതുവെ കെ.സിക്ക് അനുകൂലമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഇന്ന് തന്നെ കോഴിക്കോട് നഗരത്തിൽ DCC ഓഫീസിനും തൊട്ടു മുൻപിൽ വന്ന ഫ്ലക്സ് നോക്കിയാൽ പോലും മനസ്സിലാകും വി.ഡി. പക്ഷത്തിനെതിരായ നിലപാട് ഘടിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ആണ് അവിടെ ഉയർന്നത്. ആദ്യഘട്ടത്തിൽ അത് മാറ്റാൻ വേണ്ടി ഒരു പ്രവർത്തകൻ എത്തുന്നു. മറ്റൊരു ഫ്ലക്സ് കൂടി അദ്ദേഹം കാണാതെ പോകുന്ന കാഴ്ചയടക്കം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ തൃക്കരിപ്പൂർ മുതൽ വയനാട് വരെ ഒരു ശക്തമായ തേരോട്ടം ഇത്തവണ UDF നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആർക്ക് വേണ്ടിയാണ് പിന്തുണ നൽകിയത് എന്നുള്ള ചോദ്യം അവിടെ പ്രധാനമായും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മലബാറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്, ലീഗിന് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ ലീഗ് അണികളടക്കം വലിയ രീതിയിലുള്ള അമർഷം ഇതിനോടകം തന്നെ കെ.സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശൻ ഭരണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വൈകുന്നേരത്തോടുകൂടി പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പരസ്യ പ്രകടനങ്ങളിലേക്ക് ഒക്കെ അണികൾ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇതുവരെ നേതാക്കളാരും ഒരു പ്രതികരണത്തിന് മുതിരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്നുള്ള അതേ നിലപാട് തന്നെ ഒരു വിഭാഗം തുടരുന്നത് കാണുകയും ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലൊരു സമവായത്തിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ കെ.സി തന്നെ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ഇരിക്കൂറിൽ മത്സരിച്ചേക്കും എന്നടക്കമുള്ള ചില വാദങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇരിക്കൂറിലടക്കം UDFന്റെ ഭാഗത്തു നിന്നുള്ള ഫ്ലക്സ് ബോർഡുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സജീവ് ജോസഫ് അവിടെ മാറാനുള്ള തീരുമാനമെടുത്താൽ ഇത് അവസാന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അണികൾ നൽകുന്ന കാഴ്ചയടക്കം കാണുന്നു. ടി.ഒ. മോഹൻ നേരത്തെ കെ.സിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നടക്കം വന്നതിന് പിന്നാലെ തന്നെ കണ്ണൂരിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അതായത് ദീപക്, ജില്ലയിലാകെ മലബാറിലാകെ ജയിച്ചു വന്ന MLA-മാരുടെ പിന്തുണ അത് കെ.സി പക്ഷം വലിയ ആയുധമാക്കി മാറ്റുകയാണ്. മാത്രമല്ല ഈ കണക്കിലെ കളിയിൽ ബഹുദൂരം മുന്നിലാണ്. നേരിയ വ്യത്യാസം ഒന്നുമല്ല. അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുകയല്ലേ?